ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് ഇപ്പോൾ ബീഹാറിൽ സാമൂഹ്യ നീതിക്കായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ അത് നമ്മൾ ഈ കാണുന്ന അടുത്ത കാലത്തുള്ള മണ്ഡൽ കമ്മീഷനോ അല്ലെങ്കിൽ ഡോക്ടർ ലോഹിയുടെ അംബേദ്കറിൻ്റെയോ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല. വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്ന് പറയാവുന്ന ബുദ്ധന്റെ വിഹാര കേന്ദ്രമായിരുന്നു ബീഹാർ. ആ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്നും തുടരുന്നു എന്ന്, അത് ഇത്രയും കാലമായി വിജയത്തിലെത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രധാന കാരണം രാഷ്ട്രീയമായ പദ്ധതികളെ കൃത്യമായി നമ്മൾക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോൾ 78 വർഷമായി കഴിഞ്ഞിട്ടും ജാതീയമായ വിഷയങ്ങൾ ഏറ്റവും അധികം വരുന്നു. അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തെരഞ്ഞെടുപ്പിൽ ആ രംഗത്ത് ഏറ്റവും പ്രധാനമായ വിഷയമായി അത് മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. ജാതി നിർമൂലനം സംഭവിക്കണേ എന്ത് വേണം? ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജാതിയിലേക്ക് ഒരു ചലനാത്മകത ഉണ്ടാവണം. അത് ചലിക്കണം. സാമുദായിക സംഘടനകൾ കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്കറിയാം. SNDP, NSS തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് ആ സമൂഹത്തിന്റെ ജീർണതയെ മറികടക്കാൻ വേണ്ടി, അവരെ ചലനാത്മകമാക്കാൻ വേണ്ടിയാണ്. ആ ചലനാത്മകമാക്കിയതിന്റെ ഗുണം ഇന്ന് NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയിലൂടെ നായർ സമുദായത്തിനും SNDPയിലൂടെ ഈഴവ സമുദായത്തിനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആ തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന മറ്റു സമൂഹങ്ങൾക്ക് സാധ്യമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഈ ദലിത് സമൂഹങ്ങൾ കേരളത്തിലെ, അവർക്ക് ആ രീതിയിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ബീഹാറിലെ ഇലക്ഷന്റെ സമയത്ത് പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന അത് വിഷയമാണ്. പിന്നെ ബീഹാറിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കാതെ, ആ തരത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങൾ സംഭവിക്കാതെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിക്കാൻ സാധിക്കില്ല. നമുക്കുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമോ സാമൂഹ്യ സാഹചര്യമോ അല്ല ബീഹാറിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ അവർ 10, 20, 25 ദശാബ്ദങ്ങളെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആളുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, ആ തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും അവിടുത്തെ സോഷ്യലിസ്റ്റുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ 5, 10 വർഷങ്ങൾക്ക് ശേഷം, അല്ല 10, 20 വർഷങ്ങൾക്ക് ശേഷം അവർ സാമൂഹ്യ നീതിയോടൊപ്പം തന്നെ സാമ്പത്തിക നീതിയും നടപ്പാക്കാൻ അവർക്ക് സാധിച്ചേക്കും. അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ കളമൊരുക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്ക് ബാധ്യതയാണ്. അവർക്ക് പിന്തുണ കൊടുക്കുക, അവിടുത്തെ പുരോഗമന ശക്തികൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത്.